എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ് അല്ലേ? സ്വപ്നങ്ങൾ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. സ്വപ്നങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിട്ടും ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ സ്വപ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാണുന്നത് സ്വപ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഉണരുമ്പോൾ മാത്രമാണ്. അതിനു മുൻപ് വരെ നമ്മൾ ആയിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തിലാണ്. എന്നാൽ ഒരു മനുഷ്യന് താൻ ഉറങ്ങുമ്പോൾ തന്നെ താൻ ആയിരിക്കുന്നത് തന്റെ സ്വപ്നത്തിനുള്ളിലാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയെ പറ്റി നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട്? അതോടൊപ്പം തന്നെ ആ ഒരു സ്വപ്നത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം അയാൾക്ക് ഏറ്റെടുക്കാൻ കൂടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? കേൾക്കുമ്പോൾ അത്ഭുതകരമായി തോന്നുമെങ്കിലും ഇത് പോസിബിൾ ആണ്. ഇതിനെയാണ് ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്നത്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ഇനി എന്താണ് ലൂസിഡ് ഡ്രീംസ് എന്ന് നോക്കുന്ന സമയത്ത് വളരെ ചുരുക്കിയിട്ട് ലൂസിഡ് ഡ്രീംസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ തന്റെ സ്വപ്നാവസ്ഥയിൽ തന്നെ ബോധവാനാകുന്ന അവസ്ഥയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അതായത് തന്റെ സ്വപ്നത്തിൽ വെച്ച് തന്നെ അവൻ തിരിച്ചറിയുകയാണ് താൻ ഇപ്പോൾ ആയിരിക്കുന്നത് തന്റെ സ്വപ്നത്തിനുള്ളിലാണ് എന്നുള്ള അവസ്ഥ. കേൾക്കുമ്പോൾ വളരെ അത്ഭുതകരമായും അതുപോലെ തന്നെ ഇമ്പോസിബിൾ ആയിട്ടും ഒക്കെ ഫീൽ ചെയ്തേക്കാം. എന്നാൽ ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്നത്. ഇതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ നോക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുന്നത് റെം സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ്. എന്താണ് റെം സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അവന്റെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും, അതേസമയം അവന്റെ ബോഡി നിശ്ചലാവസ്ഥയിലുമായിരിക്കും. എന്നാൽ ലൂസിഡ് ഡ്രീംസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബോഡി നിശ്ചലമായിരിക്കുന്നതിനോടൊപ്പം തന്നെ ബ്രെയിനിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന മനുഷ്യനെ തീരുമാനങ്ങൾ എടുക്കുവാനായി സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ കൺട്രോൾ ചെയ്യുവാനും അതിലുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കുവാനും സാധിക്കുന്നത്. വളരെ അത്ഭുതകരമായി തോന്നുന്നുവെങ്കിലും ഇത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. ഇനി എന്തൊക്കെയാണ് ലൂസിഡ് ഡ്രീമിങ്ങിലൂടെ സാധ്യമാവുക? ഇവിടെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്നതിന്റെ ഏറ്റവും അത്ഭുതകരമായ വശങ്ങൾ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു മനുഷ്യന് തന്റെ സ്വപ്നത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുകയാണ്. അതായത് താൻ എവിടെ പോകണം, താൻ ആരോട് സംസാരിക്കണം, താൻ എങ്ങനെ നടക്കണം എന്നുള്ളതൊക്കെ പൂർണ്ണമായും തനിക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇതാണ് ലൂസിഡ് ഡ്രീമിങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ സ്വപ്നങ്ങൾ കാണുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ രാവിലെ എണീക്കുന്നത് അല്ലെ? ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ എണീക്കുന്നത് ഞെട്ടി എണീക്കുകയായിരിക്കും സാധാരണ ചെയ്യുന്നത്. അതേസമയം ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സ്വപ്നമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഞെട്ടി എണീക്കാറില്ല അല്ലെ? അപ്പോൾ ഓരോ സ്വപ്നങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് രാവിലെ. അപ്പോൾ ലൂസിഡ് ഡ്രീംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സ്വപ്നത്തിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് കാണാൻ താല്പര്യമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ലൂസിഡ് ഡ്രീംസിലേക്ക് പ്രവേശിക്കുന്നത്? സത്യം പറഞ്ഞാല് ഇത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല, എന്നാൽ ഭയങ്കര പാടുള്ള കാര്യമല്ല. ലൂസിഡ് ഡ്രീംസിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം കാമാണ്, നിങ്ങൾ എത്രത്തോളം ഒബ്സർവേഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം സീരിയസ്നെസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ലൂസിഡ് ഡ്രീംസിലേക്ക് കടക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ ഒരു റിയാലിറ്റി ചെക്ക് നടത്തുക എന്നുള്ളതാണ്. ഒരു ദിവസമായിട്ട് നിങ്ങൾ പല തവണയായിട്ട് നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഇപ്പോൾ സ്വപ്നം കാണുന്നുണ്ടോ, ഞാൻ ഇപ്പോൾ സ്വപ്നത്തിനുള്ളിലാണോ ആയിരിക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പലവട്ടം ചോദിച്ചു നോക്കുക. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് എന്റെ സ്വപ്നത്തിനുള്ളിലാണോ, ഇപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നുണ്ടോ എന്ന് പലതവണയായി ചോദിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലോ ഒക്കെ കണ്ട സ്വപ്നങ്ങളിൽ നിങ്ങൾ ഓർത്തിരിക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ ജേർണലായിട്ട് എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെറിയൊരു ജേർണലാക്കി നിങ്ങൾ ഓർത്തിരിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളെ എഴുതി സൂക്ഷിക്കുക. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ പറഞ്ഞു പഠിപ്പിക്കുക, ഇന്ന് ഞാനൊരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു സ്വപ്നമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുമെന്ന്.
എന്ന് നിങ്ങളൊരു പല തവണകളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇന്ന് ഞാനൊരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്വപ്നമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിനെ ലൂസിഡ് ഡ്രീംസിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൂസിഡ് ഡ്രീംസ് എന്തെങ്കിലും ലൂസിഡ് ഡ്രീംസിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ലൂസിഡ് ഡ്രീംസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കാനും സാധിക്കും. സോ ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മിസ്റ്ററി ഹൊറർ കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. So see you on the next chapter. Until then, it's me, Jaswin here, signing off.